നമസ്കാരം. പ്രാർത്ഥനാ മുറി വേണമെന്ന ആവശ്യവുമായി ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകൾ വലിയൊരു പ്രക്ഷോഭത്തിനും വലിയൊരു ക്യാമ്പയിനും ഒരുങ്ങുകയാണ് കേരളത്തിൽ. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ചില വിദ്യാർത്ഥികൾ സമരം നടത്തിയതും ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയനായ SFIയുടെ നേതൃത്വത്തിൽ വലിയ സമരം നടത്തി അവിടുത്തെ പ്രിൻസിപ്പാളിനെ മുറിയിലിട്ട് പൂട്ടുന്നതടക്കമുള്ള സമര പരിപാടികളെല്ലാം നമ്മൾ കണ്ടതാണ്. അതായത് പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥിക്കാനായി, നിസ്കരിക്കാനായി സ്കൂളിൽ ഒരു പ്രത്യേക പ്രാർത്ഥനാ മുറി വേണം എന്നതാണ് ആവശ്യം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തൊട്ടടുത്ത പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനുള്ള എല്ലാ അനുമതിയും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഉണ്ടെന്നിരിക്കെ പള്ളികളിൽ പെൺകുട്ടികളെ പ്രവേശിപ്പിക്കാനാവില്ല എന്ന മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ട് സ്കൂളിൽ തന്നെ അത്തരത്തിലൊരു പ്രാർത്ഥനാ മുറി വേണം എന്നൊരാവശ്യം കുട്ടികളെ കൊണ്ട് തന്നെ ഉന്നയിപ്പിക്കുകയായിരുന്നു. അന്ന് തന്നെ നമ്മൾ വിലയിരുത്തിയതാണ്, ഇത് കുട്ടികൾ നടത്തിയ ഒരു സമരമല്ല, കുട്ടികളെ കരുവാക്കിക്കൊണ്ട് നടത്തിയ സമരമാണ്. പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്, പിന്നിൽ വലിയ വലിയ സംഘടനകളുണ്ട്. മതതീവ്രവാദ സംഘടനകളുടെ ഒരു ടെസ്റ്റ് ഡോസാണ് നിർമ്മല കോളേജിൽ ഉണ്ടായത് എന്ന് പലരും വിലയിരുത്തിയതാണ്. പക്ഷേ നിർമ്മല കോളേജ് അധികൃതർ അടക്കം, അതിൻ്റെ പിന്നിലുള്ള കത്തോലിക്ക സഭ അടക്കമുള്ളവർ പിന്നീട് ഈ മുസ്ലിം വിഭാഗവുമായി സന്ധി ചെയ്തു. അതായത് ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നമാണ്. കുട്ടികൾ ഇതിന് പിന്നിൽ ഗൂഢാലോചനയൊന്നുമില്ല, കുട്ടികൾ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് തന്നെ കുട്ടികളോട് നമുക്ക് ക്ഷമിക്കാം, നമ്മുടെ കുട്ടികളല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നം അവിടെ ഒത്തുതീർപ്പായി. പക്ഷെ അന്നും പലരും പറഞ്ഞിരുന്നത് ഇതിനു പിന്നിൽ കുട്ടികൾ മാത്രമല്ല, വലിയൊരു സംഘമുണ്ട്. അതിൻ്റെ പല തെളിവുകളും ഞങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു. അതായത് ഒരു മതപുരോഹിതൻ്റെ പ്രഖ്യാപനമടക്കം ദിവസങ്ങൾക്ക് മുമ്പ് മതപുരോഹിതൻ ഇത്തരത്തിൽ പറയുന്നത്, ഒരു സ്കൂളിലെ 2 കുട്ടികൾ തങ്ങൾക്ക് നിസ്കരിക്കാനുള്ള അവസരം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തൻ്റെ മുന്നിൽ വന്നുവെന്നും താൻ അതിനൊരു ഉപാധി പറഞ്ഞുവെന്നുമൊക്കെ ആ പുരോഹിതൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യുക, ആർക്കും ശല്യമുണ്ടാക്കാതെ ഉച്ചയ്ക്ക് ഊണിനുള്ള ഇടവേളയിൽ നിങ്ങൾ നിസ്കരിക്കുക, അവരവരുടെ ക്ലാസ്സുകളിൽ ആദ്യം നിസ്കരിക്കുക, അതിനുശേഷം എല്ലാ കുട്ടികളും കൂട്ടത്ത് ആയി ഒരിടത്ത് വന്ന് നിസ്കരിക്കാൻ തുടങ്ങുക. അങ്ങനെ നിസ്കരിച്ച് ഒടുവിൽ ഒരു സ്കൂളിൽ അവർക്ക് പ്രത്യേകം പ്രാർത്ഥനാ മുറി കിട്ടിയത്രേ. ഈ ഒരു തന്ത്രം എല്ലാ സ്കൂളുകളിലും, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പയറ്റണമെന്നും അവിടെ ഒരു പ്രാർത്ഥനാ മുറി നിർബന്ധമായി പിടിച്ചു വാങ്ങണമെന്നും ഒക്കെയുള്ള ഉപായം ആ പുരോഹിതൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഇത് ഒരു ഗൂഢാലോചനയാണ്, കേരളത്തിൽ ഒന്നാകെ നടക്കുന്ന ഒരു ഗൂഢാലോചനയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഇത്തരമൊരു ആവശ്യവും സമരവും ഒക്കെ ഉണ്ടായത് എന്ന് അറിവുള്ളവർ വിലയിരുത്തിയതാണ്. പക്ഷേ അത് പ്രാദേശികമായി അവിടുത്തെ ചില കുട്ടികളുടെ മനസ്സിൽ തോന്നിയ വികാരമാണ് എന്ന് കണ്ട് ശ്രമിക്കുകയായിരുന്നു. ഇപ്പോഴിതാ കൂടുതൽ കോതമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും അത്തരമൊരാവശ്യം വന്നിരിക്കുന്നു. അതായത് ചില മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് നിസ്കരിക്കാൻ പ്രത്യേകം നിസ്കാരമുറി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് തീർച്ചയായും കേരളം മുഴുവൻ നടക്കുന്ന ഒരു ഗൂഢാലോചനയാണ്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പ്രത്യേകിച്ചും ഒരു നിസ്കാരമുറി ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക വിദ്യാർത്ഥികൾ മുന്നോട്ട് വരുന്നു എന്നതിൻ്റെ അടുത്ത സൂചനയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പലരും എത്തിയിട്ടുണ്ട്. മറ്റൊരു മതഭ്രാന്തൻ്റെ അഭിപ്രായം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ്. ഇബ്രാഹിം മോളൂരിൻ്റെ ഒരു കമൻ്റാണ്. മറ്റു മതങ്ങളെപ്പോലെയല്ല, മുസ്ലിങ്ങളുടെ ആരാധനകൾക്ക് കൃത്യമായ സമയമുണ്ട്, അത് ആ സമയം തന്നെ നിർവഹിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക മാത്രമാണ് പോംവഴി. കേരളത്തിനുള്ള മുന്നറിയിപ്പാണ്, കേരളത്തിനുള്ള ഭീഷണിയാണ്. നിങ്ങൾക്ക് മുന്നിലുള്ള ഒരേ ഒരു വഴി മുസ്ലിം വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക മാത്രമാണ്. മുസ്ലിം വിദ്യാർത്ഥികളുടെ മനസ്സിലും തലയിലും ആ ആവശ്യങ്ങൾ തിരികെ കൊടുത്തിരിക്കുന്നത് ഞങ്ങളിൽ ചിലരാണ്. അതായത് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ എന്നൊരു തിട്ടൂരം കേരളത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു. കേരളത്തിലെ കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 20 കൊല്ലം മുമ്പുള്ള അവസ്ഥയല്ല ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഭൂരിപക്ഷവും മുസ്ലിം വിദ്യാർത്ഥികളാണ് കേരളത്തിലെ സ്കൂളുകളിൽ. അതുകൊണ്ട് ഓരോ വർഷം കഴിയും തോറും അത് കൂടി വരികയുമാണ്. മുസ്ലിം വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ പല മാനേജ്മെൻറ്റുകളും ഇപ്പോൾ അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന ഒരു പോസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് കേരളത്തിലെ
ചില മുസ്ലിം മതവർഗീയവാദ സംഘടനകളുടെ ഉള്ളിലിരിപ്പ്. ജനസംഖ്യ വർദ്ധിപ്പിക്കേണ്ടത് എങ്ങനെയെന്നും വർദ്ധിച്ച ജനസംഖ്യ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്നും എങ്ങനെയാണ് അവരുടെ അജണ്ട മറ്റു മതവിഭാഗങ്ങളിലേക്ക് കുത്തിത്തിരിക്കേണ്ടതെന്നും എങ്ങനെയാണ് അവരെ ഭയപ്പെടുത്തേണ്ടതെന്നുമെല്ലാം കൃത്യമായ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്നു. കൂടുതൽ സ്കൂളുകളിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരുന്നു. തീർച്ചയായും പിണറായി വിജയൻ സർക്കാർ അത്തരത്തിൽ ഒരു മുറി ഇവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇതിനു മുമ്പെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവരികയും അത് എല്ലാ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും സഖാക്കൾ പ്രഖ്യാപിക്കുകയും ഊറ്റം കൊള്ളുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഇസ്ലാമിക മതമൗലികവാദ സംഘടനകൾ പെൺകുട്ടികൾ പാൻസ് ധരിക്കുന്നതിനെതിരെ രംഗത്ത് വന്നതും സ്കൂൾ യൂണിഫോം അങ്ങനെയാക്കരുത് എന്ന് നിർബന്ധം പിടിക്കുന്നതും. പിന്നീട് ഒരു സ്കൂളിലും ഇത്തരത്തിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ ചർച്ച ചെയ്ത് നമ്മൾ കണ്ടില്ല. മാത്രമല്ല, പഠന സമയത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ചില വ്യത്യാസങ്ങൾ വരുത്താൻ പോകുന്നു എന്ന വിദഗ്ധ സമിതിയുടെ അടിസ്ഥാനത്തിൽ ചില ചർച്ചകൾ നടന്നു. അപ്പോഴും തടയിട്ടത് ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളാണ്. ആ പദ്ധതിയും, അതായത് സമയം മാറ്റാനുള്ള പരിഷ്കരണവും ഉപേക്ഷിച്ചു. ഈ രീതിയിൽ പല പ്രശ്നങ്ങൾക്ക് മുന്നിലും വഖഫ് ബോർഡിൻ്റെ നിയമനം അത് PSCക്ക് വിട്ടുകൊണ്ട് സർക്കാർ തീരുമാനിക്കുന്നു. പിന്നീട് ഇത്തരത്തിലുള്ള മുസ്ലിം മതമൗലികവാദ സംഘടനകളിൽ നിന്നു വന്ന സമ്മർദ്ദം താങ്ങാനാകാതെ ആ നീക്കം പിണറായി സർക്കാർ ഉപേക്ഷിക്കുന്നു. ഇങ്ങനെ ഇനിയിപ്പോൾ നിസ്കാരമുറിയാണ് അടുത്ത അജണ്ട. അത് സർക്കാർ അങ്ങ് അംഗീകരിച്ചു കൊടുത്താലും കേരളം അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.